ശബരിമല സ്വർണ്ണ കവർച്ചയിൽ തന്ത്രി കണ്ഠരര് രാജീവര് അറസ്റ്റിൽ. രാവിലെ തുടങ്ങിയ ചോദ്യം ചെയ്യലിന് ശേഷം SIT അറസ്റ്റ് രേഖപ്പെടുത്തി തന്ത്രിയെ ഈഞ്ചക്കൽ ഓഫീസിൽ എത്തിച്ചു. പ്രജിത്ത് മോഹനൻ ചേരുന്നു വിവരങ്ങളുമായി. പ്രജിത്ത്, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ തന്ത്രി കണ്ഠരര് രാജീവര് അറസ്റ്റിലാകുമ്പോൾ എന്തെല്ലാം നിയമവശങ്ങളാണ് അതിന് പിന്നിലെന്നാണ് SIT വ്യക്തമാക്കുന്നത്? ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? അന്വേഷണ സംഘത്തിൻ്റെ ആദ്യഘട്ട ഈ നടപടിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പല രീതിയിലുള്ള വിമർശനങ്ങളും ഒക്കെ ഉയർന്നിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ സംഘം സൂചിക്കുന്നത് ഒന്ന്, പത്മകുമാറിൻ്റെ ഒരു മൊഴിയുണ്ട്. ഈ സ്വർണ്ണ പുറത്തേക്ക് കൊണ്ടുപോയതിന് പിന്നിൽ അല്ലെങ്കിൽ ശബരിമലയിൽ സ്വർണ്ണപ്പാളി കടത്തിയതിന് പിന്നിൽ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇക്കാര്യങ്ങൾ ചെയ്തതെന്നുള്ള മൊഴി നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യം, അന്വേഷണ സംഘം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള അടുത്ത ബന്ധമുണ്ടായിരുന്നു. ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സർവ്വസ്വാധീനമൊക്കെ ലഭിക്കാൻ കാരണമായത് തന്ത്രിയുടെ ഇടപെടലുകളാണ് എന്ന രീതിയിലുള്ള കണ്ടെത്തലുകളുണ്ട്. അതോടൊപ്പം തന്നെ അന്വേഷണ സംഘം ഈ പരിശോധനകൾ നടത്തുന്ന സമയത്ത് ഈ ബാംഗ്ലൂരുവിലെ ജാലഹള്ളി ക്ഷേത്രമടക്കമുള്ള നിരവധി ക്ഷേത്രങ്ങളിൽ തന്ത്രി പല തവണ സന്ദർശനം നടത്തുകയും പൂജകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ പിന്നിൽ അല്ലെങ്കിൽ ഇതിനൊക്കെയുള്ള സാമ്പത്തിക സഹായം, ഇതിനൊക്കെയുള്ള മറ്റു കാര്യങ്ങളിലൊക്കെ പിന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു എന്നുള്ളൊരു കണ്ടെത്തൽ അന്വേഷണ സംഘത്തിനുണ്ട്. അതോടൊപ്പം മറ്റ് പ്രതികളായിട്ടുള്ള പങ്കജ് ഭണ്ഡാരി, അതോടൊപ്പം തന്നെ റോത്തം ജുവലറുമായിട്ടുള്ള ഗോവർദ്ധൻ, ഇവരുമായിട്ടൊക്കെ തന്ത്രിക്ക് അടുത്ത ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലായിരിക്കുന്നത്. പക്ഷേ ഇതിലൊരു പ്രശ്നം നിലനിൽക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള അടുപ്പമാണ് ഇതിൽ പ്രധാനപ്പെട്ട ഈ അറസ്റ്റ് പിന്നിലേക്ക് നയിച്ച ഘടകമെങ്കിൽ, അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിയേക്കാളും കൂടുതൽ അടുപ്പമുണ്ടെന്ന് നമുക്ക് ചിത്രങ്ങളിൽ കൂടെ തന്നെ വ്യക്തമായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ശബരിമലയിൽ ഈ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കടത്തുന്നതിന് പിന്നിൽ അല്ലെങ്കിൽ അത് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തത് എന്നുള്ള പത്മകുമാറിന്റെ മൊഴിക്ക് പിന്നിലും ഒരു വൈരുദ്ധ്യമുണ്ട്. 2018 പല വിവാദ വിഷയങ്ങളിലും ശബരിമല യുവതീ പ്രവേശനം അടക്കമുള്ള വിഷയങ്ങളിൽ അന്നത്തെ ദേവസ്വം ബോർഡിനും സർക്കാരിനുമെതിരെയൊക്കെ വലിയ നിലപാടുകൾ സ്വീകരിക്കുകയും സർക്കാരും ദേവസ്വം ബോർഡുമായി എപ്പോഴും ഫൈറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അന്നത്തെ തന്ത്രിയായിട്ടുള്ള കണ്ഠരര് രാജീവര്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരാൾ പല സമയത്തും ഈ തന്ത്രിയെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ പരസ്യമായി വിമർശിക്കുന്ന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കടത്തിയത് എന്നുള്ള പത്മകുമാറിന്റെ മൊഴിയെടുക്കൽ ഒരു പൊരുത്തക്കേടുണ്ട് അല്ലെങ്കിൽ ഒരു വൈരുദ്ധ്യമുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തന്ത്രി അറസ്റ്റ് ചെയ്തെങ്കിൽ അതിൽ അങ്ങനെയുള്ളൊരു പ്രശ്നവും നിലനിൽക്കുന്നു. അവിടെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധമാണ് ഇനി തന്ത്രി അറസ്റ്റ് ചെയ്തതിന് പിന്നെങ്കിൽ എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അന്നത്തെ ദേവസ്വം മന്ത്രി ശബരിമലയിലെ എല്ലാ കാര്യങ്ങളിലും നിർണായകമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഇടപെടലുകളും ഒക്കെ നടത്താൻ അധികാരമുണ്ടായിരുന്ന, അങ്ങനെ അധികാര പ്രയോഗം നടത്തിയിരുന്ന ഒരു ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രന് ഈ സ്വർണ്ണക്കവർച്ചയിൽ പങ്കുണ്ടാകാനുള്ള സാധ്യത പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അതിന് അവർക്ക് മുന്നിലുള്ള കാരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിൽ കൂടുതൽ സാധ്യതയുള്ളത് കടകംപള്ളി സുരേന്ദ്രൻ. അപ്പോൾ എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെതിരെ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നു. ഒപ്പം ഈ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് അതിനെ എതിർത്തുകൊണ്ട് SIT ഹൈക്കോടതിയിൽ പറഞ്ഞ ചിലയധികം കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് പാളികൾ സന്നിധാനത്തിലേക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഒരു ഘട്ടത്തിലും തന്ത്രിയുടെ അഭിപ്രായം തേടിയതിന് തെളിവില്ല. മഹസറിൽ തന്ത്രി ഒപ്പിട്ടിരുന്നില്ല. കട്ടളപ്പാളികൾക്ക് അറ്റകുറ്റപ്പണി നടത്തണമെന്ന് തന്ത്രി ആവശ്യപ്പെട്ടതിനും രേഖകളില്ല. പാളികൾ കൊണ്ടുപോകാനുള്ള അനുവാദം തന്ത്രിയിൽ നിന്ന് വാങ്ങിയില്ല. തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ അവിടെ നിലനിൽക്കുമ്പോഴാണ് ഈ കേസിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്ത് അതിനൊരു പ്രത്യേക നിറം നൽകി അന്വേഷണത്തെ വഴിതെറ്റിക്കാനുള്ള ശ്രമമാണോ ഒരു വശത്ത് നടക്കുന്നത് എന്നുള്ള വിമർശനം അല്ലെങ്കിൽ അങ്ങനെയുള്ള സംശയങ്ങളും ഇപ്പോൾ എന്തായാലും ബലപ്പെടുന്നുണ്ട്. ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് CPMന്റെ നിർദ്ദേശപ്രകാരമാണോ പത്മകുമാർ തന്ത്രിക്കെതിരെയുള്ള ഈ മൊഴി നൽകിയത് എന്നുള്ളൊരു വിഷയം അവിടെ നിലനിൽക്കുന്നുണ്ട്. പത്മകുമാറിന്റെ ഈ മൊഴി ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന്റെ ഈ നടപടികളെ വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഒരു മൊഴി നൽകുകയും അതിൽ തന്ത്രി മുന്നിൽ നിർത്തുമ്പോൾ അത് ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട തങ്ങളുടെ മുകളിലുള്ള കളങ്കം അത് തന്ത്രി കുടുംബത്തിന് മുകളിലേക്ക് കൂടി വീഴും എന്നുള്ളൊരു കണക്കുകൂട്ടൽ ഇതിന് പിന്നിലുണ്ട്. തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുപോലെ തന്നെയാണ് SITയുടെ നീക്കത്തിന് പിന്നിൽ ചില ദുരൂഹതകളും സംശയിക്കുന്നുണ്ട്. നേരത്തെ മുതൽക്ക് തന്നെ ഈ അന്വേഷണം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ SIT വലിയ രീതിയിലുള്ള സമ്മർദ്ദം അനുഭവിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. SITക്ക് പല സമയങ്ങളിലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വലിയ രീതിയിൽ കാലതാമസം
കാലതാമസം ഒരു കണ്ണിയിൽ നിന്ന് മറ്റൊരു കണ്ണിയിലേക്ക് എത്തുന്നതിന് നേരിട്ടത്. ഒടുവിൽ പത്മകുമാറിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും നമുക്കറിയാം തുടർന്നുള്ള അന്വേഷണം വഴിമുട്ടുന്ന ഒരു കാഴ്ചയും കണ്ടതാണ്. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് പോലും അതിരൂക്ഷമായ വിമർശനമാണ് അതിനെതിരെ ഉയർന്നത്. സ്വാഭാവികമായും കടകംപള്ളിയിലേക്ക് എത്തിച്ചേരേണ്ടുന്ന ഒരു അന്വേഷണം വഴിതിരിച്ചു വിടുന്ന തരത്തിലേക്കല്ലേ ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കാരണം തന്ത്രിയെ സംബന്ധിച്ച് തന്ത്രി ആചാരപരമായ കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എന്ന് പറയുന്നതിൽ തന്നെ യാതൊരു അടിസ്ഥാനവുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡും ദേവസ്വം വിജിലൻസും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അപ്പോൾ ബോധപൂർവമായ ഒരു വഴിതിരിച്ചുവിടലാണ് ഇവിടെ നടക്കുന്നത് എന്ന് തന്നെയാണോ അനുമാനിക്കേണ്ടത്? അങ്ങനെ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഈ ആചാരപരമായ കാര്യങ്ങളിൽ പോലും ശബരിമലയിൽ തന്ത്രിക്ക് എത്രത്തോളം പ്രാധാന്യം നൽകാൻ ഈ ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ തയ്യാറായി എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം 2019 നിയമസഭയിൽ നൽകിയ ഒരു മറുപടിക്ക് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് ഈ ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം തന്ത്രിയിൽ മാത്രം നിക്ഷിപ്തമല്ല, അത് ദേവസ്വം നടയടച്ച് പരിഹാരക്രിയ ചെയ്യുന്ന തന്ത്രിയുടെ ചുമതലയല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ യുവതീ പ്രവേശനത്തിൽ മറ്റേ നടയടച്ച് ശുദ്ധിക്രിയ ചെയ്തതിൽ ഈ ദേവസ്വം ബോർഡ് തന്ത്രിയോട് വിശദീകരണം തേടിയതിന്റെ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടായത്. അതായത് ആചാരങ്ങളിൽ പോലും തന്ത്രിക്ക് പൂർണ്ണാധികാരമില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു ദേവസ്വം മന്ത്രിയാണ് കടകംപള്ളി സുരേന്ദ്രൻ. അങ്ങനെ ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പോലും ശബരിമലയിൽ ഒരു പങ്ക് നൽകാൻ തയ്യാറായിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രാധാന്യം അനുസരിച്ചുള്ള, അല്ലെങ്കിൽ ആ തന്ത്രി സ്ഥാനത്തിനനുസരിച്ചുള്ള ഒരു അധികാരം, ഒരു അംഗീകാരം നൽകാതിരുന്ന ആളുകൾ തന്നെ ഇപ്പോൾ പറയുന്നു ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് തന്ത്രിക്കും പങ്കുണ്ട് എന്നുള്ളത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായും വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത് തെളിഞ്ഞ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അധികം ചിത്രങ്ങൾ പുറത്തു വന്ന നിർണായക സ്ഥലങ്ങളിൽ, മറ്റാർക്കും പെർമിഷൻ കിട്ടാത്ത സ്ഥലങ്ങളിൽ പോലും ഇരുന്ന് കൂടിക്കാഴ്ചകൾ നടത്താൻ പോലും കഴിഞ്ഞിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനാണ് നേരത്തെ രോഹിണി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഈ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അന്വേഷണം പോകാതെ ഈ അന്വേഷണത്തിൻ്റെ ഒരു വഴിതിരിച്ചു വിടലിന് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ശ്രമം നടത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളുണ്ടോ, രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദമുണ്ടോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളും ഒരു വശത്ത് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴും പ്രധാനപ്പെട്ട കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് അറസ്റ്റെങ്കിൽ എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഇനി 2019 കാലത്ത് ഈ ശബരിമലയിൽ ഇത്തരത്തിലുള്ള, അതായത് പത്മകുമാറിനെ പോലും നിർദ്ദേശം നൽകി കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ശേഷി തന്ത്രിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യം പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ചോദ്യത്തിന് കൂടി പ്രത്യേക അന്വേഷണ സംഘം ഈ കോടതിയിൽ 19-ാം തീയതി ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് ഉത്തരം നൽകുമെന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. കാരണം അന്ന് യുവതീ പ്രവേശന വിവാദവുമായി ബന്ധപ്പെട്ട് ഈ പത്മകുമാറും സർക്കാരും ഒക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് നിന്നിരുന്നത് തന്ത്രി കണ്ഠരര് രാജീവരാണ്. അന്ന് കണ്ഠരര് രാജീവ് സ്വീകരിച്ച നിലപാടുകൾ, സുപ്രീം കോടതിയിൽ പോലും സ്വീകരിച്ച നിലപാടുകൾ സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും ഒക്കെ വിരുദ്ധമായിട്ടുള്ളതാണ്. അന്ന് പരസ്യ വിമർശനം പോലും തന്ത്രിക്കെതിരെ പത്മകുമാറും കടകംപള്ളി സുരേന്ദ്രനും നടത്തിയിട്ടുണ്ട്. ഈ ശബരിമല ആചാരലംഘനം ഉണ്ടാകുന്ന സമയത്ത് നടയടച്ച് ശുദ്ധീകരണം ചെയ്തതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നിലപാടുകൾ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. അപ്പോൾ അങ്ങനെ സർക്കാരിനും ദേവസ്വം ബോർഡിനും ഒക്കെ പലതവണ അവർക്ക് മുഖം നഷ്ടമാക്കിയിട്ടുള്ള ഒരാൾ, അവർക്കെതിരെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരാൾ, ആ ആളുടെ നിർദ്ദേശപ്രകാരമാണ് താൻ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അത്തരമൊരു നടപടിയിലേക്ക് പോയത്, അത്തരം കാര്യങ്ങൾ ചെയ്തത് എന്നുള്ള ഒരു മൊഴി പത്മകുമാർ കൊടുക്കുമ്പോൾ അതിന് പിന്നിലൊരു പ്രശ്നമുണ്ട്, അതിന് പിന്നിലൊരു ആശയക്കുഴപ്പമുണ്ട്. എന്തായാലും 2019 മാർച്ചിൽ ദേവസ്വം ബോർഡിന്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വശം പാളികൾ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊടുത്തുവിടാൻ തീരുമാനിച്ചത് എന്നുള്ളത് വ്യക്തമായതാണ്. ഇവിടെയാണെങ്കിലും ശരി, ദേവഹിതം നോക്കുക എന്നത് മാത്രമാണ് ഈ തന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടെ വരുന്നത്. അതിൽ തന്നെ അന്വേഷണ സംഘം കൃത്യമായി പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് പാളികൾ സന്നിധാനത്തിൽ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഒരു ഘട്ടത്തിലും തന്ത്രിയുടെ അഭിപ്രായം തേടിയതിന് തെളിവില്ല എന്നുള്ളതാണ്. മകസറിൽ തന്ത്രി ഒപ്പിട്ടിരുന്നില്ല എന്ന് പറയുന്നു. ഈ കട്ടിളപ്പാളികൾക്ക് അറ്റകുറ്റപ്പണി നടത്തണമെന്ന് തന്ത്രി ആവശ്യപ്പെട്ടതിന് രേഖകളില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പാളികൾ കൊണ്ടുപോകാനുള്ള അനുവാദം തന്ത്രിയിൽ നിന്ന് വാങ്ങിയതുമില്ല എന്നുള്ളതും ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് ഹൈക്കോടതിയിൽ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞതിന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തന്ത്രി അറസ്റ്റ് ചെയ്യുന്നതിലാണ് പെട്ടെന്നുണ്ടായിട്ടുള്ള ഈ ധൃതി പിടിച്ച നീക്കത്തിന് പിന്നിലാണ് ഈ അന്വേഷണം വേറെ രീതിയിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള ഒരു ശ്രമം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ള ചോദ്യമുള്ളത്. കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരെ, പ്രത്യേകിച്ച് ശബരിമലയിൽ ഏതൊരു കാര്യത്തിലും നിർണായക നടപടി നടത്താൻ അധികാരമുണ്ടായിരുന്ന ഒരാളെ ആ വകുപ്പ് ഈ പറയുന്ന രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം
ദേവസ്വം ബോർഡിന് കത്ത് നൽകുന്നതിന് മുൻപ് കടകംപള്ളി സുരേന്ദ്രനെ സമീപിച്ചിരുന്നു. കടകംപള്ളി സുരേന്ദ്രൻ വഴിയാണ് ഈ കത്ത് ദേവസ്വം ബോർഡിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം പത്മകുമാർ തന്നെ പറഞ്ഞിട്ടുമുള്ള മൊഴി നൽകിയിട്ടുമുള്ള സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ തന്നെ അത്തരം മൊഴികൾ കടകംപള്ളി സുരേന്ദ്രനെതിരായി നിലനിൽക്കുമ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ളതിന് തെളിവായി നിരവധി ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുമ്പോഴും കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നില്ല, മറിച്ച് അവിടെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു നിലപാടാണ് പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെയൊക്കെ പശ്ചാത്തലത്തിൽ CPM-ന്റെ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഇതിന് പിന്നിലുണ്ടോ എന്നുള്ള സംശയവും നിലനിൽക്കുന്നുണ്ട്. പ്രജിത്ത്, എന്തായാലും ഒരു ഭാഗത്ത് അത്തരത്തിലൊരു നീക്കം SIT നടത്തുന്നു, മറുഭാഗത്ത് നമുക്കറിയാം ED ECIR രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഒരുപക്ഷേ കേന്ദ്ര ഏജൻസിയുടെ അതിശക്തമായ ഇടപെടൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ബോധ്യമാണ് SITയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ CPM-ന്റെ ആ രാഷ്ട്രീയ തന്ത്രത്തിന് വഴങ്ങിക്കൊണ്ട് മറുതലത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു നീക്കം എന്നുകൂടി നമുക്കിതിനെ കാണാൻ കഴിയുമല്ലോ. പ്രജിത്തിലേക്ക് എത്താം. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ തന്ത്രി കണ്ഠരര് രാജീവർ അറസ്റ്റിൽ. രാവിലെ തുടങ്ങിയ ചോദ്യം ചെയ്യലിന് ശേഷം SIT അറസ്റ്റ് രേഖപ്പെടുത്തി തന്ത്രിയെ ഈഞ്ചക്കൽ ഓഫീസിൽ എത്തിച്ചിരിക്കുകയാണ്. പ്രജിത്ത്, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രത്യേക അന്വേഷണ സംഘം പല പരിമിതിക്കുള്ളിലും നിന്നുകൊണ്ടാണ് ഈ കേസ് അന്വേഷണം നടത്തുന്നത് എന്നുള്ള വിമർശനങ്ങൾ നേരിട്ടിരുന്നു. ED കേസ് ഏറ്റെടുത്തിരിക്കുകയാണ്. ECIR രജിസ്റ്റർ ചെയ്ത് സ്വർണ്ണ കവർച്ചയിലെ സാമ്പത്തിക ഇടപാടുകളിന്മേൽ കേസ് അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ SITക്ക് മറ്റ് നിർവാഹമില്ല എന്നുള്ള ഒരു തരത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുകയാണോ? കാരണം കേന്ദ്ര ഏജൻസിക്ക് ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളൊന്നും ഏൽക്കില്ല എന്നുള്ളതറിയാം. അതുകൊണ്ട് തന്നെ സ്വർണ്ണ കവർച്ചയിൽ ഉൾപ്പെട്ടിട്ടുള്ള വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ, ബിനാമി ഇടപാടുകൾ, കള്ളപ്പണ ഇടപാടുകൾ ഇതെല്ലാം EDക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. അതിന് ബദലായി മറുഭാഗത്ത് നിന്ന് SIT ഒരുപക്ഷെ CPM-ന്റെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് കടന്നത് എന്നുകൂടി സംശയിക്കേണ്ടതല്ലേ? അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഈ സ്വർണ്ണക്കൊള്ള, ഈ ശബരിമല സ്വർണ്ണ കവർച്ച നടത്തുന്നത് തന്ത്രിയുടെ നേതൃത്വത്തിലാണെന്ന് വരുത്തി തീർക്കാൻ കഴിഞ്ഞാൽ ഈ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ അത് വീണ്ടും വ്രണപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണ കവർച്ച നടത്തിയത് CPM ആണ് എന്നുള്ള ആ ഒരു ഭക്തരുടെ മനസ്സിലുള്ള ആ ഒരു വിഷയത്തിന്, ആ ഒരു വിവാദത്തിന് കുറച്ചൊക്കെ ഒരു മയം വരും എന്നുള്ളൊരു കണക്കുകൂട്ടൽ കൂടി CPM-ന് ഉണ്ടാകും. കാരണം സ്വാഭാവികമായും ഈ ശബരിമല സ്വർണ്ണ കവർച്ച എങ്ങനെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചത്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് എന്നുള്ളത് പാർട്ടിക്ക് മുന്നിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു പാർട്ടിക്കെതിരെയുള്ള വിമർശനത്തിൻ്റെ ഒരു മുന കുറച്ചെങ്കിലും ഒന്ന് കുറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചെങ്കിലും അതിൻ്റെ ഒരു തീവ്രത ഒന്ന് കുറയുകയാണെങ്കിൽ അത്രയും നല്ലത് എന്നുള്ളത് കൂടി CPM-ന്റെ കണക്കുകൂട്ടൽ ഉണ്ടാകാം. നമ്മൾ പലതവണ ആവർത്തിച്ച് പറഞ്ഞതാണ്, പത്മകുമാറിന് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്രയധികം പങ്ക് പുറത്തു വന്നിട്ടും ഈ പറയുന്നത് പോലെ സ്വന്തം കൈപ്പടയിൽ മിനിറ്റ്സിൽ വരെ തിരുത്തൽ വരുത്തി സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികളാക്കി മാറ്റിയ ആ വൈദഗ്ധ്യമുള്ള ആൾ ഇപ്പോഴും CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പത്മകുമാറിനെ പാർട്ടിയിൽ നിന്നോ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്നോ ഇതുവരെ പുറത്താക്കിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ഇതിനിടയിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഓഫീസ് വഴിയാണ് തനിക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കത്ത് വന്നത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പത്മകുമാർ നടത്തിയിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് നടത്തിയതിനൊപ്പം തന്നെ പത്മകുമാർ പറഞ്ഞിരുന്നു, ഈ ദൈവതുല്യരായ ആളുകൾ ഇതിന് പിന്നിലുള്ളപ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും കടകംപള്ളി സുരേന്ദ്രനെയും മറ്റൊരു ദൈവതുല്യനെയും കൂടി ഇതിൽ പത്മകുമാർ ഒരു ചെറിയ മുനയെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അത് പാർട്ടിക്ക് കൂടുതൽ വലിയ നാണക്കേടിലേക്ക്, അത് കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള അല്ലെങ്കിൽ CPM നേതൃത്വത്തിൽ വലിയ നേതാക്കൾ തന്നെ നേതൃത്വം നൽകിയതാണ് സ്വർണ്ണക്കവർച്ച എന്നുള്ളൊരു ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായും പത്മകുമാർ പാർട്ടിക്ക് നൽകിയ ഒരു സന്ദേശമായി തന്നെയാണ് അതെന്ന് വിലയിരുത്തപ്പെട്ടത്. ഈ ദൈവതുല്യരായിട്ടുള്ള ആളുകൾ കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസ് വഴിയാണ് ഈ കത്ത് തനിക്ക് വന്നത് എന്നടക്കമുള്ള മൊഴികൾ അത് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും, തന്നെ കൈവിട്ടാൽ എന്നുള്ളൊരു സന്ദേശമാണ് പത്മകുമാർ നൽകുന്നത് എന്ന രീതിയിലായിരുന്നു അന്ന് വിലയിരുത്തപ്പെട്ടിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ സമാനതകളില്ലാത്ത കൊള്ളയിൽ പങ്കെടുത്തിട്ടും സമാനതകളില്ലാത്തൊരു സ്വർണ്ണക്കവർച്ച നടത്തിയിട്ടും പത്മകുമാറിനെ ഇപ്പോഴും CPM-ന്റെ ജില്ലാ കമ്മിറ്റിയിലും CPM-ന്റെ പാർട്ടിയിലും തുടരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പത്മകുമാറിനെ പുറത്താക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് CPM-ന് പോകാത്തതിനും പത്മകുമാർ കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ
വെളിപ്പെടുത്തലുകൾ നടത്തുമോ എന്നുള്ളൊരു ഭയം അതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഉറപ്പാണ്. അപ്പോൾ സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടി വന്നാൽ അല്ലെങ്കിൽ പത്മകുമാർ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുകയാണെങ്കിൽ അത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കും, കൂടുതൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യം CPM അംഗീകരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് പത്മകുമാറിനെ പാർട്ടി സംരക്ഷിക്കുന്നത്. എന്തായാലും കടകംപള്ളി സുരേന്ദ്രനെയും ഏത് വിധേനയും സംരക്ഷിക്കാനും പത്മകുമാറിനെ സംരക്ഷിച്ചു നിർത്തിയ CPMന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഈ സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ പത്മകുമാറിന്റെ കാര്യത്തിൽ നമ്മൾ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ എതിർത്തപ്പോൾ SIT പറഞ്ഞ കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് SITയുടെ ഇപ്പോഴത്തെ നീക്കം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംശയമായി നിലനിൽക്കുന്നത്. ഹൈക്കോടതിയിൽ ഈ പത്മകുമാർ പറഞ്ഞതനുസരിച്ചുള്ള തന്ത്രി അടക്കമുള്ളവരുടെ പങ്കുകൾക്ക് പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല എന്നുള്ള കാര്യം പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞിരുന്നു.